ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായി ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ചാരങ്ങാട്ടാണ്. അപ്പോൾ ചാരങ്ങാട്ട് വീട്ടിൽ മഹാദേവനും ശങ്കറും അതുപോലെ തന്നെ രാധാമണിയും ഗൗരിയും മണിമുത്തശ്ശിയും എല്ലാവരും നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ ശങ്കറിനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് മഹാദേവൻ ഇങ്ങനെ പറയാണ്, നമ്മുടെ വീട്ടിൽ അടുത്തതായിട്ട് ഇനി നമ്മുടെ വീട്ടിൽ കുഞ്ഞിക്കാല് കാണാനായിട്ട് നീ ഒന്ന് ഉത്സാഹിക്കണം, മനസ്സിലാവുന്നുണ്ടോടാ? വേണി മോക്ക് സ്വന്തം കുടുംബത്തോട് സ്നേഹമുണ്ട്, അല്ലാതെ അവസരം കിട്ടിയാൽ ആ കുടുംബത്തെ എങ്ങനെ തകർക്കണം എന്നല്ല അവൾ ചിന്തിക്കുന്നത്. അമ്മേ, എനിക്ക് കുടുംബത്തോട് സ്നേഹമൊന്നും ഇല്ല എന്നാണോ അമ്മ പറയണത്? അയ്യോ, നിന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞതാണല്ലോ, ഇനി നീ അത് പറയേണ്ട കാര്യമുണ്ടോ? സ്വന്തം അമ്മയെപ്പോലെ കാണേണ്ട എന്നെ പോലീസ് സ്റ്റേഷനിൽ കേട്ടി എന്താ പറയുക, അന്നേപ്പം തന്നെ എനിക്ക് മനസ്സിലായല്ലോ. അന്നേരം നിൻ്റെ സ്നേഹം എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഗൗരിയെ എന്ന് ചോദിച്ചു. എൻ്റെ അമ്മേ, മുത്തശ്ശിയും ആകാനുള്ള ആഗ്രഹം നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമാണ്. ഇപ്പം വേണി അത് സാധിച്ചു തന്നിട്ടില്ലേ, പിന്നെന്താ, നിങ്ങൾക്ക് സമാധാനമായില്ലേ? പിന്നെ ആ കുഞ്ഞിനെ രണ്ടുപേരൂടെ ചേർന്നിട്ട് സ്നേഹിച്ച് ഓമനിച്ചങ്ങ് കൊണ്ട് നടക്ക്. ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണാറാവുമ്പോൾ എനിക്കും ഗൗരിക്കും തോന്നുമ്പോൾ ഞങ്ങളുടെ ഒരു ഉണ്ണി ഇവിടെ ഓടിച്ചാടി നടക്കൂട്ടോ. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അതെപ്പോഴാണെന്ന് ഇപ്പം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മറുപടി ഒന്നും പറയാനില്ല. ദയവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് വെറുതെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടിക്കരുത്. എന്നെ മാത്രമല്ല കേട്ടോ, ഗൗരീനെയും എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ശങ്കർ അങ്ങണീറ്റ് പോയി. അപ്പോൾ ഗൗരിയും ആ കൂടെ തന്നെ അങ്ങ് പുറകിൽ അങ്ങ് കയറിപ്പോയി കേട്ടോ. അപ്പോൾ ഇത് കേട്ട് മഹാദേവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം വീണ്ടും രാധാമണിക്ക് ഒരു സമാധാനവും ഇല്ലല്ലോ. അപ്പോൾ രാധാമണി അടുത്ത് ഇത് ഈച്ച ഡയലോഗുമായിട്ട് ചെന്നിരിക്കുകയാണ്. സത്യത്തിലെ ഗൗരിയുടെ രക്തത്തിൽ പറന്ന ഒരു കുഞ്ഞ് ഈ ചാരങ്ങാട്ട് കുടുംബത്തിൽ ഓടിക്കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. മുത്തശ്ശി ഇങ്ങനെ വഴക്ക് പറയുന്നത് പോലെ മണി ഇങ്ങനെ കിലുക്കി കേൾപ്പിക്കുകയാണ്. രാധേ, ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഗൗരിയോട് മാത്രമാണ് ദേഷ്യം, മനസ്സിലായോ? എന്താ പറയുക, നാളെ അവക്കൊരു ഉണ്ണി ഉണ്ടായാലേ അവളോട് എനിക്ക് ഒരു ദേഷ്യമില്ല കേട്ടോ. പിന്നെ ആ കിടാവിനെ ഞാൻ സ്നേഹിക്കും, കൊണ്ടു നടക്കും. പിന്നൊരു കാര്യം, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ ഇപ്പം ആഗ്രഹിച്ചതുപോലെ ഒരമ്മ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഇനി എന്നെങ്കിലും നിൻ്റെ ഇങ്ങനത്തെ ഈച്ച ഡയലോഗ് നിൻ്റെ വായിൽ നിന്ന് ഞാൻ കേട്ടാലുണ്ടല്ലോ, അപ്പം കിട്ടും നിൻ്റെ ചെകിട തുറണം, മനസ്സിലായോ? സൂക്ഷിച്ചോ നീ എന്ന് പറഞ്ഞ് രാധാമണി ആകപ്പെട്ടു. അപ്പോൾ മുത്തശ്ശിക്ക് അത് ഇഷ്ടപ്പെട്ടു. മുത്തശ്ശി മണികിലേക്ക് അനുകൂലം പറയുകയാണ്. അപ്പോൾ രാധാമണി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ചാരങ്ങാട്ട് വീട്ടിലെ ഗൗരീനെയും ശങ്കറിനെയാണ്. അപ്പോൾ ഗൗരി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഗൗരി, എനിക്കറിയാൻ പറഞ്ഞിട്ട് ചോദിക്കാം, ശരിക്കും നിൻ്റെ പ്രശ്നം എന്തിട്ടാ? എൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ എത്ര തവണ നീ ശങ്കറിനോട് പറഞ്ഞോ? ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വലിയൊരു ആപത്താ നമ്മളെയൊക്കെ തേടിയെത്താൻ പോണത്. അതാദ്യം മനസ്സിലാക്ക്. അതോർത്താ ഞാൻ ഭയപ്പെടുന്നത് ശങ്കർ, അല്ലാതെ ശങ്കർ കരുതുന്നത് പോലെ ഞാൻ എന്താ പറയുക, ധ്രുവൻ എൻ്റെ രഹസ്യ കാമുകനൊന്നും ആയിട്ടല്ല. അപ്പം തെറ്റും കുറ്റമൊക്കെ എൻ്റെ അല്ലേ? ഗൗരി, നീ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ഭാര്യ, നീ എൻ്റെ താലി കെട്ടിയ പെണ്ണ്. അതെ, ചത്തുപോയ ഒരുത്തനെ ഓർത്ത് എന്താ പറയുക, അവനെ ഓർത്തിട്ട് എൻ്റെ ഭാര്യയുടെ സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെടുക എന്നൊക്കെ ഓർക്കുമ്പോൾ ഞാനെന്നല്ല, എൻ്റെ സ്ഥാനത്ത് വേറൊരു കെട്ടിയവനാണ് എങ്കിലും തോന്നുന്ന സംശയങ്ങൾ മാത്രമേ എനിക്കും തോന്നിയുള്ളൂ. അതിലും ഒരു തെറ്റുമില്ല. എന്താ എൻ്റെ പൊന്നു ശങ്കർ, ഇന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ശങ്കറിൻ്റെ ഈ സംശയങ്ങളൊക്കെ ഇന്ന് തന്നെ മാറിക്കിട്ടിയേനെ എന്ന് പറഞ്ഞു. അതെങ്ങനെ? മാർക്കറ്റിൽ നിന്ന് ചിന്നിച്ചെതറിയ നിലയിൽ കിട്ടിയ ധ്രുവൻ്റെ ബോഡി ആരാ ഏറ്റുവാങ്ങിയത്? മരിച്ചത് ധ്രുവൻ തന്നെയാണ് എന്ന് പോലീസ് എങ്ങനെയാണ് ഉറപ്പിച്ചത്? ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ എന്താണെങ്കിലും പിൻബലത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ആർക്കെട്ടിൽ നിന്നിട്ടിയ ശരീരാവശിഷ്ടങ്ങൾ ധ്രുവൻ്റെ ആണെന്ന് എന്താണെങ്കിലും ഉറപ്പിക്കാൻ കാരണം ആ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ധ്രുവൻ എന്താണെങ്കിലും ആ കേസിൽ നടന്നിട്ടുള്ള അട്ടിമറി നമുക്ക് കണ്ടെത്താൻ കഴിയും ശങ്കർ എന്ന് പറഞ്ഞു. അയ്യോ, പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മകൾ ഗൗരി എന്നു മുതൽ ആ സേതുരാമയ്യർ CBI ആയെന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്തേ, നിൻ്റെ നാവിറങ്ങിപ്പോയോ? അവൻ മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ നീ ആരാ, CBIയോ? ചോദിച്ചത് കേട്ടില്ലേ ഗൗരിയെ? CBI ഓഫീസറാണോന്ന്? ഞാൻ CBIയും CID ഒന്നും അല്ല. എൻ്റെ സംശയം ശരിയാണോ തെറ്റാണോ അതാണോ എനിക്ക് തെളിയിക്കേണ്ടത്?
ഗൗരി, നീ എന്തൊട്ട് ആ ചത്ത പോയ ഒരുത്തൻ്റെ പിന്നാലെ ഇങ്ങനെ തൂങ്ങി നടക്കണത്? ശങ്കർ, ധ്രുവൻ മരിച്ചിട്ടില്ല, അത് നീ ഒന്ന് വിശ്വസിക്ക്. അല്ല ഗൗരി, ധ്രുവൻ മരിച്ചിട്ടില്ല എന്ന് നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ? എനിക്ക് ഉറപ്പാ, അവൻ ജീവനോടെ ഉണ്ട്. അത് നിന്റെ വെറും ആഗ്രഹം മാത്രമാണ്. ധ്രുവൻ ജീവിച്ചിരിക്കണമെന്ന് നിന്റെ മോഹം, അത് നീയായി പറയുന്നത്. ശങ്കർ, എന്നോടും എൻ്റെ കുടുംബത്തോടും ധ്രുവൻ ചെയ്ത ക്രൂരതകൾ ശങ്കറിന് അറിയാവുന്നതല്ലേ? അങ്ങനെ ഒരുത്തനെ ജീവനോട് ഇരിപ്പുണ്ട് എങ്കിൽ അവൻ ഇനി എന്തൊക്കെ ചെയ്യും? ഒന്ന് ഓർത്ത് നോക്ക് ശങ്കർ. നീ വെറുതെ ഈച്ച ഡയലോഗ് അടിക്കണ്ട കേട്ടോ. ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ അങ്ങ് CBI തെളിയിക്ക്. എനിക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാണ് ശങ്കർ അതിന് കഴിയുന്നത്? ശങ്കറും എൻ്റെ ഒപ്പം വേണം. നിൻ്റെ എല്ലാ തോന്നിവാസത്തിനും ഞാൻ കൂടെ വേണം അല്ലേ? ഇതൊന്നും ഒറ്റയ്ക്ക് അങ്ങ് ചെയ്തേച്ചാൽ മതി കേട്ടോ. ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന സംശയം എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചു കഴിഞ്ഞു. അവൻ മണ്ണിനടിയിലായി കുഴിയിലായി കിടക്കുന്ന ഒരുത്തനെ ജീവിച്ചോന്ന് അന്വേഷിച്ചു പോവാൻ എനിക്ക് ഭ്രാന്തില്ല. സംശയിക്കുന്നത് നിനക്കാണല്ലോ, നീ അന്വേഷിക്കുക. നീ തന്നെ തെളിയിക്കണം കേട്ടോ. പറഞ്ഞത് മനസ്സിലായോ? തെളിയിക്കണം എന്ന്. അവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിച്ചതിന് ശേഷം മാത്രം ഇനി നമ്മൾ തമ്മിൽ മിണ്ടിയാൽ മതി. അല്ലാണ്ട് ഇനി നമ്മളുടെ ഇടയിൽ ഒരു സംസാരവും ഉണ്ടാവില്ല. മനസ്സിലായോ നിനക്ക്? എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഗൗരി. ഇനി നിൻ്റെ ഫുള്ള് ഉത്തരവാദിത്തം നിൻ്റെ മാത്രമാണ്. അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് നീയൊന്ന് തെളിയിക്ക്. അതിന് ശേഷം നിനക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കാം. നമുക്ക് സംസാരിക്കാം. അതിനുശേഷം മാത്രം, ഓക്കെ? എന്നിട്ട് ശങ്കർ ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ നമ്മൾ കാണുന്നത് ശങ്കറിനെയും അജിത്തിനെയും ജോജുവിനെയാണ്. എന്താ ശങ്കർബായി പറയണത്? വടക്കുന്നാഥൻ്റെ പൂരത്തിന് ശങ്കർബായി വരുന്നില്ലെന്നോ? ഇല്ലടാ, പൂരം കാണാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലൊന്നും അല്ല. എന്തൊട്ടേ കേൾക്കുന്നത്? ദേ ശങ്കർബായി, ഓർമ്മ വെച്ച കാലം തൊട്ട് പൂരത്തിന് നമ്മൾ തേക്കിൻകാട് മൈതാനത്ത് പോകാറുള്ളതാട്ടോ. ഈ ലോകത്ത് എവിടെയാണെങ്കിലും പൂരത്തിൻ്റെ അന്ന് ശങ്കർബായി എന്താണെങ്കിലും തൃശ്ശൂരുണ്ടാവും. ഇത്രയും കാലമായിട്ടും അതിനൊരു മുടക്കുണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഇപ്പം എന്താ ഇങ്ങനെ? ശരിയാ പറഞ്ഞത്, ഇത്രയും കാലമായിട്ടും അതിനൊരു മുടക്കുണ്ടായിട്ടില്ല. പക്ഷേ എന്താണെന്ന് അറിയില്ലടാ, ഇത്തവണ പൂരത്തിന് ഞാനില്ല. എന്താണാവോ കുന്താണാവോ എന്നൊന്നും പറയാതെ കാരണം എന്താണെന്ന് പറ. വേറൊന്നും അല്ലടാ, പൂരത്തിന് വരാനായിട്ട് എനിക്ക് തോന്നണില്ല, അത്ര തന്നെ. ജോജുവേ, ഇതാരായി പറയണത്? നമ്മുടെ ശങ്കർബായി തന്നെയാണോ ഈ പറയണത്? ശങ്കർബായിക്ക് എന്തിട്ടാ പറ്റിയത്? എനിക്കൊരു തേങ്ങയില്ലാന്ന് നിന്നോടൊക്കെ ഇപ്പം പറഞ്ഞതല്ലേ, പിന്നെ വീണ്ടും വീണ്ടും എന്തിനാ ചോദിക്കണത്? അതല്ലട്ടോ, ശങ്കർബായിക്ക് എന്താണ്ട് കാര്യമായൊരു പ്രശ്നമുണ്ട്. അതെന്തൊട്ട് പ്രശ്നമാണെങ്കിലും ഞങ്ങളോടൊന്ന് പറഞ്ഞേ പറ്റൂട്ടോ, അല്ലെ പറ്റില്ല. എന്താ ശങ്കർബായി പ്രശ്നം? എന്തോ വമ്പൻ കേസാ. അല്ലെങ്കിൽ ശങ്കർബായി എന്താണെങ്കിലും ഒഴിഞ്ഞു മാറില്ല. പറ. അപ്പോൾ ശങ്കർ ഇങ്ങനെ ആലോചിക്കുക, ഇവരോട് പറയണോ? ചത്ത് മണ്ണടിഞ്ഞ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഗൗരി കരുതുന്നുണ്ടെന്ന് ഇവരെങ്ങാണ് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഏട്ടത്തി അമ്മയെക്കുറിച്ചുള്ള മതിപ്പ് പോവില്ലേ? വേണ്ട, പറയണ്ട എന്ന് തീരുമാനിച്ചു. എന്താ ശങ്കർബായി ഒന്നും മിണ്ടാത്തത്? ചോദിച്ചു കേട്ടില്ലേ? അപ്പോൾ വേഗം നമ്മുടെ അജിത്തിൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. ദേ വീരനായിട്ടാണ് വിളിക്കണത്. അവൻ പൂരപ്പറമ്പിൽ എത്തിയിട്ടുണ്ടാവും, നമ്മളെ കാണാഞ്ഞിട്ടാവും വിളിക്കുക. എന്താണെങ്കിലും എന്നിട്ട് അജിത്ത് ഫോൺ എടുക്കുകയാണ്. എടാ അജിത്തേ, എടാ നിങ്ങൾ എവിടെ പോയി കിടക്കാം? എടാ അജിത്തെ, നീ പറയണത് കേൾക്കണില്ലേ? വീര, ഞാൻ പറയണ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ അജിത്ത് വീരനോട് പറയുകയാണ്. അപ്പോൾ ഇവർ 3 പേര് നിൽപ്പുണ്ട്. ശങ്കറിന് ആകെ ഇതലായി. എന്താ എന്താണെങ്കിലും ശങ്കർബായി ഇത് പറ്റില്ല കേട്ടോ. എന്താണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ശങ്കർബായിയെ വേണം എന്ന് പറഞ്ഞു. ശരി, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. നിങ്ങൾ പറ. വേറൊന്നും ശങ്കർബായി ചെയ്യണ്ട. ശങ്കർബായി ഞങ്ങളോടൊപ്പം പൂരത്തിന് വരണം, അത്ര മാത്രമേ ഉള്ളൂ. ശരി, ശങ്കർബായിയുടെ വിഷമം എന്തിട്ടാണെങ്കിലും പൂരപ്പറമ്പിലേക്ക് നോക്കി ആ മേളത്തിനൊപ്പം ഒന്നങ്ങോട്ട് തുള്ളിയാലേ ആ വിഷമമൊക്കെ അങ്ങ് പമ്പ കിടക്കും. ദേ ശങ്കർബായി ഇക്കൊല്ലം പൂരത്തിന് വന്നില്ലെങ്കിൽ ഞങ്ങൾക്കും ഇക്കൊല്ലം പൂരമില്ല കേട്ടോ, പറഞ്ഞേക്കാം. അപ്പോൾ ശങ്കർ കുറേ നേരം ആലോചിച്ച് നിന്നിട്ട് അപ്പം ഇവരുടെ പൂരവും കൂടെ മുടക്കണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എടാ അജിത്തെ, ജോജുവോ, നമ്മൾ പൂരത്തിന് പോവാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ തൃശ്ശൂർക്കാർക്ക് എല്ലാ സങ്കടങ്ങളും വിഷമവും ഒഴുക്കിക്കളയുന്ന ഒരു കടൽ തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ പൂരം. നമുക്ക് പോവാടാ. ആ പൂരത്തിനൊന്ന് ആടി തിമിർത്താലേ തൃശ്ശൂർക്കാരനാവുള്ളൂ. അപ്പം പിന്നെ നമുക്ക് പോവാടാ എന്ന് പറഞ്ഞു. ഈ ശങ്കർ മഹാദേവൻ ഇല്ലാണ്ട് എന്തോട്ട് തൃശ്ശൂർ പൂരം അല്ലേ?
പിന്നല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലിങ്ങനെ ഇവർ തൃശ്ശൂർ പൂരത്തിന് പോവാണ്. അപ്പോൾ പൂരനഗരി ചെല്ലുന്നു. അവിടെ എന്താ പറയുക, വെടിക്കെട്ടും ആനയുടെ കുടമാറ്റവും അങ്ങനെ എല്ലാം കണ്ട് ഭയങ്കര സന്തോഷത്തിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വേണീനെയും ആദർശിനെയാണ്. പക്ഷേ ആദർശ് നല്ല ഉറക്കത്തിലായി, വേണിക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ വേണി അവസാനം ലൈറ്റൊക്കെ ഇട്ട് എഴുന്നേറ്റ് ചെയ്തിട്ട് ആദർശേട്ടാ ഒന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് എഴുന്നേറ്റു. എന്താ വേണി, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഈ പാതിരാത്രിക്ക് വിളിച്ച് എഴുന്നേൽപ്പിച്ചത്? എന്താ നിൻ്റെ പ്രശ്നം? ഇപ്പോൾ തൃശ്ശൂരായിരുന്നാലുണ്ടല്ലോ നമ്മളിപ്പോൾ പൂരപ്പറമ്പിലായിനെ. നമ്മുടെ പൂരം വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആദർശേട്ടാ. പൂരത്തിൻ്റെ വിശേഷം പറയാനായിട്ടാണോ വേണി നീ എന്നെ ഈ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചത്? പൂരം തൃശ്ശൂർ മാത്രമല്ലല്ലോ, ആ സെയിം ടൈമിൽ ഇവിടെ ഒരു ചെറുപൂരം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ എവിടെയാ വേണി പൂരം? നമ്മുടെ ലൈഫിൽ തന്നെ, അല്ലാണ്ട് പിന്നെ എവിടെയാ? നിങ്ങൾ കുടമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു കുട കൃഷ്ണവേണി ആദർശ്, മറ്റേ കുട ശിവരഞ്ജിനി. എന്നെ പൊന്നോ, നിങ്ങൾ ഒരൊറ്റൊരുത്തൻ കാരണം നമ്മുടെ ലൈഫേ നല്ല അസലം പൂരത്തിൻ്റെ വൈബല്ലേ ഇപ്പം നടക്കുക. എൻ്റെ പൊന്നോ, അപ്പം ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾക്കിത് എങ്ങനെയാണ് മനുഷ്യ ഇങ്ങനെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുക? വേണി, എന്നെ ഒന്ന് ട്രസ്റ്റ് ചെയ്യുക നീ പ്ലീസ്. നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് അതൊന്ന് പറ. വേണി വേഗം ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേ. നിങ്ങൾക്ക് ആ ശിവരഞ്ജനിയായിട്ട് എന്താ ബന്ധം? നിന്നോട് ഞാൻ എത്ര തവണ ഞാൻ പറഞ്ഞു, എനിക്ക് രഞ്ജുവായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ആ വള്ളി എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. ഞാൻ എങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് അവളെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും പിന്നെയും കയറി വരും ഒരുമാതിരി പൂർവാധികം ശക്തിയോടെ. ഇങ്ങനൊരു ഭ്രാന്ത് പിടിച്ച പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യം പറയാലോ വേണി, എന്നെക്കൊണ്ട് വയ്യാന്ന് പറഞ്ഞാൽ തീരെ വയ്യ. ആ വള്ളിക്കെട്ട് പെണ്ണ് എൻ്റെ ലൈഫ് ഫുള്ള് ഡിസാസ്റ്ററാക്കി. ഇനി ഞാൻ എന്ത് ചെയ്യും വേണി, നീ ഒന്ന് പറ. ഇത് കൊള്ളാലോ. കാമുകിയെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഭർത്താവ് ചോദിക്കുന്നത് ഭാര്യയോട്. സൂപ്പർ. ദേ, നീ ആ വാക്ക് ഉപയോഗിക്കരുത്. അവൾ എൻ്റെ കാമുകിയൊന്നുമല്ല, അവളുടെ ഒരു കാമുകി. എൻ്റെ പൊന്നാദർശേട്ടാ, നിങ്ങളൊന്ന് ടെൻഷൻ അടിക്കാതെ സമാധാനപ്പെട്ടേ എന്ന് പറഞ്ഞു. ഇല്ല, പോയി, എല്ലാം പോയി. എൻ്റെ ഫുൾ സമാധാനം പോയി വേണി. നിനക്കറിയോ, എൻ്റെ സ്വസ്ഥത പോയി, സമാധാനം പോയി, സന്തോഷം പോയി. ഫോൺ ഓഫ് ചെയ്ത് ഞാൻ എങ്ങോട്ടെങ്കിലും കുറച്ച് നാളത്തേക്ക് മാറി നിന്നാലോ? ആ പെണ്ണിനെ പേടിച്ചിട്ടോ? എൻ്റെ വേണി, അവളെനിക്ക് പേടിയാ, ശരിക്കും പേടിയാ. അവളുടെ സ്നേഹമുണ്ടല്ലോ, അതൊരു സ്നേഹമല്ല, ശരിക്കും അസൽ വട്ടാന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീ നോക്കിക്കോ, ഈ പോക്ക് പോയാലേ അവളെന്നെ കുക്കറിലിട്ട് 10 വിസിലിട്ട് വേവിച്ചെടുക്കും ഞാൻ. അത്രയ്ക്ക് കലിയുണ്ട് എനിക്ക് എന്ന് പറഞ്ഞു. എൻ്റെ ലൈഫ് മുഴുവൻ കളഞ്ഞു. അപ്പോൾ വേണി വേഗം എഴുന്നേറ്റു. എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങളൊന്ന് സമാധാനപ്പെട്ടേ, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ വേണി വേഗം ചെന്നു ഗ്ലാസ്സിൽ വെള്ളമൊക്കെ എടുത്ത് നമ്മുടെ ആദർശിന് കൊടുക്കുകയാണ്. ഈ വെള്ളം അങ്ങോട്ട് കുറച്ച് കുടിക്കുക, ഇത് പിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് അതൊക്കെ വാങ്ങി കുടിക്കുകയാണ്. നിങ്ങളിങ്ങനെ സമാധാനക്കേട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എൻ്റെ പൊന്നു മത്താപ്പേ. ഒരു നിസ്സാര പെണ്ണിൻ്റെ കാര്യത്തിൽ എൻ്റെ ബോക്സിങ് ചാമ്പ്യൻ ഇങ്ങനെ വിഷമിക്കരുതിട്ടോ. ശരിക്കും അതെ, നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് ഒന്ന് നെഞ്ചു വിരിച്ചങ്ങ് നിൽക്കും മനുഷ്യ. നിങ്ങൾക്ക് ആ രഞ്ജുവിനെ ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ പോരെ? മതി. പക്ഷേ അതെങ്ങനെ? ഒരു കാര്യം ചെയ്യാം, ഒരു പെണ്ണിന് പണി കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് മറ്റൊരു പെണ്ണിന് നന്നായി അറിയാം. എന്ന് വെച്ചാൽ അവളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നേ. മനസ്സിലായില്ല? അതെ, ഈ വേണിയുണ്ടല്ലോ നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ 2 പേരും ഒരുമിച്ച് നിന്നാൽ രഞ്ജുനു എന്ന് പറയുന്ന ആ വള്ളിനെ നമുക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നൈസായിട്ട് ഒഴിവാക്കാം. എന്താ, പോരെ? വേണി, നീ കാര്യമായിട്ട് തന്നെയാണോ പറയണത്? കാര്യമായിട്ട് തന്നെ എൻ്റെ പൊന്നാദർശേട്ടാ, കളിയായിട്ടൊന്നും അല്ല പറയണത്. ദേ, അവളുടെ കാര്യം അറിഞ്ഞിട്ട് എന്നിട്ടാണെന്നാണെങ്കിലും നിങ്ങളോട് എനിക്ക് ഒടുക്കത്തെ ദേഷ്യമൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ ആദർശേട്ടാ, ഇന്നലെ ഉണ്ടല്ലോ, ഇന്ന് അപകടം ഉണ്ടായി ആ നിമിഷം ഉണ്ടല്ലോ ആദർശേട്ടാ, ശരിക്കും പറയട്ടെ, ഞാൻ പേടിച്ചു പോയി. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തുട്ടാ ചെയ്യുക? ഒന്ന് ഓർത്ത് നോക്കിയേ. പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ദൈവം നിങ്ങളെ എനിക്ക് തിരിച്ചു തന്നതേ നിങ്ങളുടെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് തന്നെയാട്ടോ നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കാൻ തീരുമാനിച്ചതും. ഏത് പ്രതിസന്ധിയിലും കെട്ടിയവൻ്റെ ഒപ്പം നിൽക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ എന്നല്ലേ നന്ദിനി അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം പിന്നെ എങ്ങനെയാ?
ആദർശേട്ടാ, ഈ ശിവരഞ്ജനിയില്ലേ ഇപ്പം നമുക്കിടയിലുള്ള ഒരു പ്രതിസന്ധിയായിട്ട് കരുതിയാൽ മതി. അത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചങ്ങ് നേരിടോട്ടോ. ആദർശ് വാ പൊളിച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാ മനുഷ്യനെ ഇങ്ങനെ തിരിച്ചു നോക്കണത്? ഇതെൻ്റെ വേണി തന്നെയാണോ നോക്കിയതാ? ഇത് നിങ്ങളുടെ സ്വന്തം വേണി തന്നെയാ, കൃഷ്ണവേണി ആദർശ്. ആൾ മാറിയിട്ടൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. വേണി എന്ന് വിളിച്ചു. എന്താ വേണി? എന്താ ആദർശേട്ടാ, നീ ഇവിടെ ഒന്ന് ഇരുന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ വേണീനെ പിടിച്ച് അടുത്തിരുത്തുകയാണ്. നീ എൻ്റെ അടുത്തൊന്ന് ഇരിക്ക്. അപ്പോൾ എടുത്തിട്ട് നേരെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ വേണിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. വേണി ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ആദർശ് ചെയ്തത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ആദർശ് വേണിയെ ചേർത്ത് പിടിച്ചിട്ടില്ല. അപ്പോൾ വേണി ആകെ സങ്കടത്തിൽ ആ ഒരു കാരണത്തിൻ്റെ പേരിലാണ് ആൾ വാശി പിടിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആദർശ് ഭയങ്കര സ്നേഹത്തോട് തന്നെ വേണിയെ ചേർത്ത് പിടിച്ചു. അപ്പോൾ ഇതാണ്ടപ്പോൾ വേണിക്ക് ഭയങ്കര സന്തോഷമായി. എത്രയെന്ന് പറയാൻ പറ്റില്ല. അതെ ആദർശേട്ടാ, എൻ്റെ ആദർശേട്ടാ, ഇപ്പം തൊട്ട് ഇനി ഈ നിമിഷം തൊട്ട് നമ്മൾ അവക്കെതിരെയുള്ള പണികൾ പ്ലാൻ ചെയ്യാം കേട്ടോ. വെറും പ്ലാനിങ് അല്ല, നല്ല കിട്ടു പ്ലാൻ. എന്താ പോരെ? ഇനി ഈ തൃശ്ശൂർ പഴയ തൃശ്ശൂർ തന്നെയായിരിക്കും, പൂരം പഴയ പൂരം തന്നെയായിരിക്കും. പക്ഷേ എങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ വേണി പഴയ വേണി എന്നല്ല കേട്ടോ, അതവക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ശിവരഞ്ജിനി ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ എന്ന് ചോദിച്ചു. അത് തന്നെ, പൊളിക്കും നമ്മൾ എന്ന് പറഞ്ഞ് ഭയങ്കര കണക്കൂടലാണ് വേണി. അപ്പോൾ അതേ ഒരു ബോർഡൊക്കെ എടുത്ത് ഓപ്പറേഷൻ ശിവരഞ്ജിനി എന്ന് നമ്മുടെ ആദർശ് പറഞ്ഞതനുസരിച്ച് അതിലൊക്കെ എഴുതി പിടിപ്പിച്ച് വെക്കുകയാണ്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ, പൊളിയല്ലേ എന്ന് ചോദിച്ചു. പിന്നെ പൊളിയാണോന്നോ? അപ്പോൾ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ടുപേരുടെ ഭയങ്കര പ്ലാനിങ്ങിലാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഒരേ ഒരു നട്ട് ലൂസായി കിടക്കുന്ന അവള് ഫുള്ള് പിരിപോയി കിടക്കുന്ന എന്നോടാ കളിക്കാൻ വരണത്. അതവക്ക് അറിയില്ല കേട്ടോ, കാണിച്ച് കൊടുക്കാം. അപ്പോഴേക്കും ആദർശിന് ചിരി സഹിക്കാൻ പറ്റിയില്ല. ആദർശ് ഒച്ചയ്ക്ക് ചിരിക്കുകയാണ്. സൈലൻസ് എന്ന് പറഞ്ഞു. എന്നിട്ടും വീണ്ടും ആദർശ് ഇങ്ങനെ ചിരിക്കുകയാണ്. ഭയങ്കര CBI ഓഫീസറായിട്ട് നിൽക്കുകയാണ് നമ്മുടെ വേണി. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.